പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാടുവിടണം എന്നുള്ളതല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാടുവിടുന്നത്. പഠിക്കൽ അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും ഒക്കെ ഇതിപ്പോൾ നാഷണൽ സ്കൂൾ, ഇൻ്റർനാഷണൽ സ്കൂളെല്ലാം ഇവിടെയൊക്കെ എല്ലാം ഉണ്ട്, ഇവിടെ ഉണ്ട്. ചേട്ടാ ഇപ്പോൾ കണ്ടുവരുന്ന മലയാളം പടങ്ങൾ തെലുങ്കിലായാലും തമിഴിലായാലും അന്യ സംസ്ഥാനങ്ങളിലായാലും ഒരുപാട് ശ്രദ്ധ മലയാള പടം ഭയങ്കരമായിട്ട് ഹിറ്റാണ്, നാഷണൽ ലെവലിലൊക്കെ ഭയങ്കര ഹിറ്റാണ്. അപ്പം നമ്മുടെ മലയാളത്തിലെ ഈ സ്ക്രിപ്റ്റ് ആയാലും എല്ലാം ശ്രദ്ധിക്കപ്പെടുന്നു ഉണ്ട്. അപ്പോൾ ചേട്ടൻ അതിനെ എങ്ങനെ വിലയിരുത്തും? ഇതിൻ്റെ ഒരു മെയിൻ കാര്യം ഒന്ന്, ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ടി വി എല്ലാം ഇങ്ങനെ മരിച്ചു പോയി എന്ന് പറഞ്ഞല്ലോ, കണ്ട് എല്ലാം മരിച്ചു. ഈ സമയത്ത് എനിക്ക് തോന്നിയതാണ്, എൻ്റെ ഒരു ചിന്തയാണ്, ഇന്ത്യ മൊത്തം ഉള്ള സിനിമ കാണുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി മലയാള സിനിമ എല്ലാവരും കണ്ട്. ഇപ്പം നാഷണൽ ലെവലിൽ OTT പ്ലാറ്റ്ഫോം ആണെങ്കിൽ അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ബിസിനസ് മലയാള പടത്തിനുണ്ട്. അത് ഈ കൊറോണ ആയിട്ട് അന്നാണ് ഈ നോർത്തിലും സൗത്തിലൊക്കെ ഉള്ള ബാക്കിയുള്ള മലയാള പടം കാണാത്ത ആൾക്കാരെല്ലാം മലയാള പടം കണ്ടുപോകില്ല. അപ്പം മലയാള പടത്തിൻ്റെ ഒരു കണ്ടൻറ് ഉണ്ട് ഭയങ്കര റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് വർക്കൗട്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മലയാള സിനിമക്ക് അത്യാവശ്യം നാഷണൽ ലെവലിൽ തന്നെ മാർക്കറ്റ് ഉണ്ട്. ഇപ്പോൾ ഇറങ്ങി അടുത്ത ഹിറ്റായിരിക്കുന്ന എല്ലാ പടവും നോക്കി കോടിക്കണക്കിന് രൂപകളാണ് ഉണ്ടാക്കുന്നത്. കാശിൻ്റെ ബിസിനസ്സും വന്നിരിക്കുന്നതെല്ലാം പുതിയ പിള്ളേരുമാണ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സൊന്നും ഇല്ല, എല്ലാം പുതിയ പിള്ളേരാണ്. പക്ഷേ പടം ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്നതിലും വലിയ ബിസിനസ്സാണ് നടന്നിരിക്കുന്നത്. അത് മലയാള സിനിമയുടെ യങ് എന്താ പറയുക കമ്മേഴ്സിൻ്റെ പവറാണ്. ചേട്ടാ, നമ്മുടെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് യൂത്താണ്. ആണ് എല്ലാം ലോകത്തിൻ്റെ തന്നെ അല്ലേ? അല്ലേ? അതെ. നമ്മുടെ അവർ എടുക്കുന്ന സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നു. അതെ. അപ്പോൾ ഇത് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഒരു പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അവർ ഈ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ ശരിക്കും അവർ പഠിക്കാനല്ല പോകുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ. ഒരിക്കലും ഈ പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാടുവിടണം എന്നുള്ളതല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാടുവിടുന്നത്. പഠിക്കൽ അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും ഒക്കെ ഇതിപ്പോൾ നാഷണൽ സ്കൂൾ, ഇൻ്റർനാഷണൽ സ്കൂളെല്ലാം ഇവിടെയൊക്കെ എല്ലാം ഉണ്ട്, ഇവിടെ ഉണ്ട്. വിദ്യാഭ്യാസമൊക്കെ ഇവിടെ ഇരുന്ന് അവർക്ക് ഉണ്ടാക്കാം. അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടുന്ന് നാട് വിടുന്നത്. നിങ്ങൾക്ക് കൊച്ചിയിൽ 12 മണിക്ക് തോപ്പുംപടി പാലത്തിൻ്റെ കൂടെ ഒറ്റക്കൂടി നടക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നിട്ട് ഇവർ ഭയങ്കര സാമൂഹിക പ്രവർത്തകർ, ഞങ്ങൾ ഭയങ്കര രാഷ്ട്രീയം, ഭയങ്കര നേതാക്കൾ, ഞങ്ങൾ ഇവിടുത്തെ സമൂഹത്തിൽ എന്താ പറയുക സാംസ്കാരിക നിങ്ങളെ വെല്ലുവിളിക്കാം. നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾക്ക് തോപ്പുംപടി പാലത്തിൽ 12 മണിക്ക് ഇരുന്നിട്ട് ഷിപ്പ് യാർഡ് കാണാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതിന് മുമ്പ് അപ്പം തന്നെ കഴുകന്മാർ വരും, മാനിയന്മാർ വരും പോക്കാൻ. വെറുതെ തോണ്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ. അപ്പോൾ ആ സ്വാതന്ത്ര്യം അവർക്ക് മനസ്സിലായി. നമ്മൾ ഇവിടെ ഇരുന്ന് പഠിച്ച് ഇവരെ ഭർത്താക്കന്മാരെ നോക്കാനും അമ്മമാരെ അതൊന്നും നമുക്ക് നമ്മുടെ കാര്യം നോക്കാം, പുറത്തോട്ട് പോകാം. അവർക്ക് അവരുടെ 12 മണിക്ക് യൂറോപ്പിലൂടെ നടന്നിങ്ങനെ നടക്കാം, സന്തോഷം നടക്കാം. അതില്ല. അതുകൊണ്ട് ഓക്കെ പഠിക്കാനായിരിക്കാം, പക്ഷേ യുവാക്കൾ മെയിൻലി പുറത്തോട്ട് പോകുന്നത് അവരുടെ സ്പെഷ്യലി സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ഇടാനുള്ള അല്ലേ 2 പീസ് ഇട്ട് വർക്കിലേ പോകുമോ? പക്ഷേ 2 പീസ് ഇട്ട് നിങ്ങൾ അമേരിക്കയിൽ പോകണ്ടല്ലോ, ബീച്ചിൽ മയാമിയിൽ നടക്കുമല്ലോ. എന്തുകൊണ്ടത് വർക്കിലല്ലേ നിങ്ങൾ 2 പീസ് ഇട്ട് കിടക്കാത്തത്? കണ്ടില്ലേ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം അവിടെയൊക്കെ 2 പീസ് ഇട്ടുണ്ട് ബീച്ചിലേക്കാണ്. എന്തുകൊണ്ട് കേരളത്തിലെ ബീച്ചിൽ പോകാൻ പറ്റുള്ളവർക്ക്? അത്ര ഒന്നും ആയിട്ടില്ല കേരളത്തിൻ്റെ സമൂഹം. വെറും പൊട്ട സമൂഹമാണ്. ഈ പറയണ മാന്യന്മാരുടെ കാര്യമാണ് കേട്ടോ. നിങ്ങൾ 2 പീസ് ഇട്ട് നിങ്ങൾ വർക്കിലെ പോയി കിടന്ന് നോക്കിയാൽ ചുറ്റിനും കിടന്ന് കറങ്ങും ആൾക്കാർ. മാന്യന്മാരാണ് കേട്ടോ, ഭയങ്കര മാന്യന്മാരാണ്. അപ്പോൾ ഇവർ പുറത്തോട്ട് പോകുന്നത് സ്വാതന്ത്ര്യം ജീവിക്കുക ആയക്കൂടി ഇത്ര നാളുള്ളെന്ന് നമ്മൾ ഈ പറയണതൊക്കെ പട്ടപ്പെടാന്ന് പറഞ്ഞ് പോകും. എനിക്ക് അവാർഡ് കിട്ടിയിട്ട് 7 കൊല്ലം ഞാൻ ഇന്നാണ് ആലോചിക്കുന്നത്. എനിക്കധികം 7 കൊല്ലം സമയം അത്ര ഉള്ളൂ. മരണം വരെ സന്തോഷിക്കുക. അതുകൊണ്ടാണ് പിള്ളേർ പോണത്. നല്ല ക്വസ്റ്റ്യനായിരുന്നു. എൻ്റെ അറിവ് ഇതാണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ നാട് വിട്ടു പോകണേ.